എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് എന്ന് ഏറ്റവും കൂടുതൽ ദൈവിക കൃപ ലഭിക്കുന്ന ഒരു വിഷയമാണ് ഈ മനസ്താപം എന്ന് പറയുന്നത്. മനസ്താപം ഭയങ്കരമായ ഒരു നടപടിക്രമമാണ്. സുവിശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ പറയുന്ന വാക്ക് മനസ്തപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസിന്റെ 1:15 എടുത്തേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതാണ് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കാനും സുവിശേഷം മനുഷ്യൻ നൽകുന്ന വാഗ്ദാനം പ്രാപിക്കാനും ഏറ്റവും എളുപ്പമാർഗം സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതാണ്. അപ്പം നമ്മുടെ വിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാന വിളി എന്താണ്? ഇപ്പം ഞങ്ങളൊക്കെ വൈദികരായി, ശരി, പക്ഷേ അടിസ്ഥാന വിളി എന്താണ്? വൈദിക വൃത്തിയല്ല, സുവിശേഷത്തെ വിശ്വസിക്കുന്നതാണ്. ഈ സുവിശേഷത്തെ വിശ്വസിക്കുന്നവർക്ക് അവരെ വിശ്വസിക്കുമ്പോഴാണല്ലോ അവൻ പറയണ പോലെ ചെയ്യണേ. നമ്മൾ ഉടമ്പടിയുടെ ഉദ്ദേശം അത് തന്നെയാണല്ല. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവൻ പറയുന്നതിൽ വിശ്വസിക്കണ്ടേ? ഇവിടെയാണ് ഇത് വളരെ ശ്രദ്ധിക്കണം. അവൻ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യ പ്രിറെക്വിസിറ്റ് എന്താണ്? മുന്നാവശ്യം എന്താണ്? അനുദപിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിന് വിരുദ്ധമായ എല്ലാ നടപടിക്രമങ്ങളും, നമ്മൾ ചെയ്തു പോയ വിഷയങ്ങളും ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അനുതാപം ഉണ്ടാകണം. അല്ലാതെ ചില ആൾക്കാരൊക്കെ ഇല്ലേ, ഒരു 3 പ്രാവശ്യം ബൈബിൾ എഴുതി എന്നൊക്കെ പറയത്തില്ലേ, അത് നല്ല കാര്യമാണ്. പക്ഷേ ആ അടിസ്ഥാനം നമ്മുടെ ലൈഫ് എന്താണ്? ബൈബിൾ എഴുതുകയല്ലല്ല ശരിക്കും. ആദ്യം ബൈബിള് വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനുദപിക്കണം. ഈ ബൈബിൾ എഴുതാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആദ്യം അനുദപിച്ചിട്ട് വേണം ഈ പണിക്ക് ഇറങ്ങാൻ. കാര്യം അനുദപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുതാപം എന്താണ്? ഇപ്പോൾ ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെറ്റാഫിസിക്കൽ മീനിങ് ഉണ്ട്, ഡെഫിനിഷൻ ഉണ്ട്. എന്താ? ടൈം ഈസ് എ മെഷർമെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ്. ഒരു ചലനങ്ങളുടെ ആകത്തുകയാണ് സമയം. പക്ഷേ വാട്ട് ഈസ് കൺട്രിഷൻ? അനുതാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിളായിട്ടുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഭവജ്ഞാനത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത്? ദൈവസ്നേഹം അംഗീകരിക്കലാണ്. ദൈവസ്നേഹത്തെ അംഗീകരിക്കലാണ്. അപ്പോൾ ദൈവസ്നേഹത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിനയപ്പെടാനും അതുപോലെ തന്നെ ആവശ്യമുള്ളയിടത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ ആവശ്യമുള്ള വിഷയത്തിൻ്റെ മേലെ ഈ ദൈവസ്നേഹം അംഗീകരിക്കുന്ന വ്യക്തികളിലാണ് ദൈവം സാന്നിധ്യം നൽകണത്. ഒരു ഡോർ ഓപ്പൺ ചെയ്യണ പോലെയാണ്. അപ്പം അനുതാപം എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. അപ്പോൾ എനിക്കൊരു അനുതാപത്തിൻ്റെ ആവശ്യമില്ല, ഞാനൊരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ പറയാം. ചില ആൾക്കാരൊക്കെ പറഞ്ഞു അനുതാപം എന്ന് പറഞ്ഞാൽ ഉടനെ ആൾക്കാർ പറയണത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഈ പാപികളാ പള്ളിയിൽ പോകണമെന്ന് പറയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. പക്ഷേ അനുതാപം വാട്ടിച്ചിട്ട് അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക്കായിട്ട് എന്താണത്? ദൈവസ്നേഹത്തെ അംഗീകരിക്കുകയാണ്. ഓപ്പൺ ടു ദി സ്പിരിറ്റ് അല്ല, ഓപ്പൺ ടു ദി ലവ് ഓഫ് ഗോഡാണ്. വാട്ട് ഈസ് കൺട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് കൺട്രീഷൻ? കൺട്രീഷൻ ഈസ് ഓപ്പൺ ടു ദി ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള തുറവിയാണ് അനുതാപം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ജീവിതക്രമം രൂപീകരിക്കും. ആ ജീവിതക്രമമാണ് നമുക്ക്, ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ജീവിതക്രമമാണ് നമുക്ക് സുവിശേഷം തരണത്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ 1/2 മണിക്കൂർ വചനം വായിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, അവൻ്റെ ഉടമ്പടി 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പം അതനുസരിച്ച് ജീവിക്കുന്നവരുടെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കണ്ടില്ലേ, അത് ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ്. കാര്യം ദൈവതിരുസന്നിധിയിൽ ദൈവത്തോട് സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദൈവവിളി എന്ന് പറയണം. നമുക്ക് ഏറ്റവും വലിയ ദൈവവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവത്തോട് സത്യസന്ധരായിരിക്കുക. അപ്പോൾ ദൈവത്തോട് സത്യസന്ധരായിരിക്കുമ്പോൾ നമുക്ക് എല്ലാ വിഷയങ്ങളോടും സത്യസന്ധത പുലർത്തേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദൈവസ്നേഹത്തിന് എതിരായിട്ടുള്ള എലമെൻറ്റ്സ്
നമ്മൾ എടുത്ത് പെറുക്കി കളയണമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോകുമ്പോഴാണ് വലിയ വിപത്തുകളൊക്കെ വരുമ്പോൾ നമ്മൾ പല 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 പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും. എന്ന് വെച്ചാൽ എന്താ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം? അമ്മ അങ്ങനെയായിരുന്നു, ആവശ്യമില്ലാത്ത എല്ലായിടത്തും അയാൾ സംസാരിക്കുന്നത്, ആവശ്യമുള്ളവരും പോലും സംസാരിക്കത്തില്ല. അത് മിണ്ടാതിരിക്കുക എന്ന് വെച്ചാൽ കാലാന്തരത്തിൽ ശരിയായിക്കൊള്ളും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഇപ്പം തന്നെ ശരിയാക്കി കളയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിലത് ശരിയാകത്തില്ല. കാര്യം അവർ നമ്മൾക്ക് പ്രാർത്ഥിക്കാനൊരു അവസരമാണ് അവർ തരണത്. നമ്മളെ മനസ്സിലാക്കാത്തവർ നമ്മൾ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടില്ലേ, നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവർ ആരാണ്? അവർ നമ്മളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണ്. അതാണ് ഈശോ പറയണത്. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരെ അറിയുന്നില്ല, അവർക്ക് എന്നെ മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അവർക്ക് അതിൻ്റെ മനസ്സിലാകുന്നില്ലെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർ ക്ഷമിക്കണമേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുതാപം എന്ന് പറയുന്നത് ഓപ്പൺനെസ് ടു ദി ലവ് ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ ഏൽപ്പിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സൊരുക്കമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബേസിക് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അനുതപിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളും ദൈവസ്നേഹത്തിൽ നിറയാൻ എല്ലാ പ്രതികൂല അവസരങ്ങളും ആ പ്രതികൂലങ്ങളെല്ലാം അനുകൂലമാക്കണത് ആ മേഖലയിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലവ് ഓഫ് ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുമ്പോഴാണ്. അപ്പോൾ ഒരു നല്ല ദിവസം നിശ്ചയിക്കുകയാണ്. ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവസ്നേഹം തന്നെ നിറയാൻ വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോവുക. അതിനാണ് ഈ അനുതാപം എന്ന് പറയുന്നത്. അല്ല, അനുതാപം എന്ന് കേൾക്കുമ്പോൾ നെഗറ്റീവ് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് പോസിറ്റീവാണ്. ദൈവസ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടിയുള്ള നമ്മുടെ തീരുമാനത്തിൻ്റെ പേരാണ് അനുതാപം. താങ്ക് യു.